ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഒരു അറേബ്യൻ ഫുഡായിട്ടുള്ള ചിക്കൻ കപ്സയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ നമുക്ക് കപ്സ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്നൊരു മെത്തേഡാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ 1 കിലോ കപ്സ റൈസാണ് എടുത്തിട്ടുള്ളത്. കപ്സ റൈസ് ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. ഇനി കപ്സ റൈസ് ഇല്ലെങ്കിൽ നമുക്ക് ബസ്മതി റൈസിലും ഇത് തയ്യാറാക്കിയെടുക്കാം. കപ്സ റൈസ് ആകുമ്പോൾ ഇതുപോലെ ഒരു ഗോൾഡൻ കളറിലാണ് വരുന്നത്. ഇതിപ്പോൾ ഒരു 2 കപ്പ് അരിയാണുള്ളത്. ഇനി നമുക്ക് അരി നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത ശേഷം 1 മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. ഇനി ഇതിൽ വേണ്ടത് 1 കിലോ ചിക്കനാണ്. അത് ഞാൻ അത്യാവശ്യം വലുപ്പത്തിൽ കട്ട് ചെയ്ത ശേഷം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കപ്സ മസാലയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് വേണ്ടത് 3 സവാള അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഒരു 8 പച്ചമുളക് ചതച്ചെടുത്തത്, പിന്നെ കുറച്ച് സ്പൈസസ് വേണം, ഒരു ഉണക്ക നാരങ്ങ, ഒരു മാഗി ക്യൂബ്. പിന്നെ വേണ്ടത് 3 ടേബിൾ സ്പൂൺ കപ്സ മസാലയാണ്. ഇനി നമുക്ക് ഒരു 3 തക്കാളി നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇപ്പോൾ തക്കാളി ഒട്ടും വെള്ളം ചേർക്കാതെ ഞാൻ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കപ്സ തയ്യാറാക്കി തുടങ്ങാം. അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് തയ്യാറാക്കുന്നത്. ഇതിലോട്ട് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ആദ്യമേ നമുക്ക് ചിക്കൻ ഒന്ന് വറുത്ത് കോരാം. ചിക്കൻ നമുക്ക് ഡീപ്പായിട്ടൊന്നും ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയാവും. ഇപ്പോൾ ഒരു വശം കളർ ചേഞ്ച് ആയപ്പോൾ ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റേ വശം കൂടെ ഒന്ന് കളർ ചേഞ്ച് ആകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പോൾ ചിക്കനെല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഈ ഓയിൽ തന്നെയാണ് നമ്മൾ കപ്സ തയ്യാറാക്കുന്നത്. അപ്പോൾ കുറച്ച് എണ്ണ ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. കുറച്ചും കൂടെ ഓയിലി ആയിട്ട് വേണമെന്നുള്ളവർക്ക് ഇത് മുഴുവനായിട്ട് ഉപയോഗിക്കാം. ഞാനിവിടെ കുറച്ച് മാറ്റിയ ശേഷം ഇതിലോട്ട് സ്പൈസസ് എല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് ചതച്ച് വെച്ച പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ എല്ലാം പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നമുക്കിതിലോട്ട് സവാള ചേർത്ത് കൊടുക്കാം. ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത ശേഷം നമുക്ക് 2 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ കപ്സ മസാല ചേർത്ത് കൊടുക്കാം. നമ്മൾ വേറെ പൊടികളൊന്നും ആഡ് കൊടുക്കുന്നില്ല, ഇത് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. കപ്സ മസാല ചേർത്തൊന്ന് ഇളക്കിയ ശേഷം നമുക്ക് ഇതിലോട്ട് മാഗി ക്യൂബും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഈ മസാലകളെല്ലാം ചേർത്ത് നന്നായിട്ടൊന്നും കൂടെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചിക്കനെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഒന്നും കൂടെ ഇളക്കിയ ശേഷം നമുക്ക് ഒരു 10 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. ഈ സമയത്തിനുള്ളിൽ ഞാൻ കപ്സ റൈസിലെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഒരു അരിപ്പയിലോട്ട് മാറ്റിയിട്ടുണ്ട്. 10 മിനിറ്റിന് ശേഷം ചിക്കനൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു 3 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. 3 കപ്പ് വെള്ളം എന്ന് പറയുമ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലോട്ട് ഉണക്ക നാരങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തിളക്കുന്നത് വരെ ഇത് മൂടി വെക്കാം. ഇപ്പോൾ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിലോട്ട് റൈസ് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെയാണ് നമ്മളിത് വേവിച്ചെടുക്കേണ്ടത്. വെള്ളം വറ്റി വരുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് മാറ്റാം. ഇടയ്ക്ക് ഇതൊന്ന് തുറന്ന് നോക്കിയപ്പോൾ ഇതിൽ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം.
ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ പ്രസ് ചെയ്ത ശേഷം നമുക്കൊരു 6 മിനിറ്റും കൂടെ മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ 6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കപ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഒന്നും കൂടെ നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മുടെ ചിക്കൻ കപ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത്